ഒരുപാട് തിരക്കി നടന്ന കോളേജ് മാഗസിൻ നടൻ മോഹൻലാലിന് കിട്ടിയ കഥയാണ് ഇനി. കോളേജിൽ മികച്ച നടനുള്ള സമ്മാനം വാങ്ങുന്ന ഫോട്ടോ ഉൾപ്പെട്ട കോളേജ് മാഗസിനാണ് താരം ഏറെക്കാലം തിരക്കി നടന്നത്. MG കോളേജിന്റെ മാഗസിൻ മോഹൻലാലിന്റെ ജൂനിയറായി പഠിച്ച വത്സലയാണ് ഒടുവിൽ നൽകിയത്. മാഗസിൻ നേരിട്ട് നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും താരം ഫോണിൽ വിളിക്കുമെന്ന് വത്സല കരുതിയിരുന്നു. ഇപ്പോഴും മോഹൻലാലിന്റെ ഒരു വിളിക്കായി വത്സല കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരം MG കോളേജിലെ 1979-80 കാലഘട്ടത്തിലെ കോളേജ് മാഗസിൻ മാത്രമാണ് ശേഖരത്തിലില്ലാത്തത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫോൺ കോൾ എത്തി. ഞാൻ മോഹൻലാലിനെക്കാളും 2 വർഷം ജൂനിയർ ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് മോഹൻലാലിൻ്റെ വീട് മുടവുമ്പോഴാണ്, ഇത് പൂജപ്പുരയാണ്. ഇങ്ങനെ കണ്ടുള്ള പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഇവിടുന്ന് പോയ കാര്യം വെച്ചാൽ ഒരു മാഗസിൻ. അപ്പോൾ അതിൽ ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയൊരു ഫോട്ടോ അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ മാഗസിൻ ലാലിന് കുറേ പേരുടെയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മുരളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മോഹൻലാലിന് ശബരിമല വെച്ചെങ്ങാണ്ട് കണ്ടു, അപ്പോൾ ഇങ്ങനെ ഈ ഒരു മാഗസിൻ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ സംഘടിച്ച് കൊടുക്കാമെന്നൊക്കെ ഏറ്റിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാൻ തരില്ല, ഞാനിത് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ലാലിന് വേണമെങ്കിൽ ലാൽ എന്നെ വിളിക്കട്ടെന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മുരളി പറഞ്ഞു, അങ്ങനെ കടുംപിടുത്തം പിടിക്കണ്ട, കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെന്ന് പറഞ്ഞു. വീണ്ടും 2 പ്രാവശ്യം വിളിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇതെന്തിനാ, അവർക്ക് ആവശ്യപ്പെട്ടെങ്കിൽ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് കൊടുത്തത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ ലാൽ വലിയ നടനൊക്കെയാണ്, നമുക്ക് പഴയ ലാലാണ്. നമുക്ക് മനസ്സിലെപ്പോഴും ഇവരെത്രയൊക്കെ വലുതായാലും സന്തോഷമല്ല എന്നല്ല പറയണത്, വലിയ സന്തോഷമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം കോളേജിലെ എൻ്റെ സീനിയർ വിളിക്കാനൊന്നും അവർക്കൊന്നും സമയം കാണൂലല്ലോ. പിന്നെ ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നാച്ചുറലി എത്ര ആളോ വലിയ ആളാണെങ്കിലും അവർ വിളിക്കണ്ടേ. അങ്ങനെ ഒരു കാര്യം സാധനം എൻ്റെ കിട്ടി, താങ്ക്സ് പറയണ്ടേ, നാച്ചുറൽ. പക്ഷെ ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നൊന്നും കാര്യമില്ല, വിളിച്ചില്ല എന്ന് വെച്ചാൽ ഒന്നൊരു പ്രശ്നവുമില്ല. എന്തായാലും ഒരു മാഗസീൻ കൊടുത്ത കഥ അറിയാനാ വന്നത്. ഞങ്ങൾ വരുന്നു പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? എനിക്ക് അതിശയം തോന്നി. ഞാൻ എൻ്റെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു, ഞാൻ മറന്നു പോകുന്നു ശരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ വരിക എന്ന് പറഞ്ഞാൽ അത് മോഹൻലാലിന് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അന്നൊരു വിളി കാത്തിരുന്നു. തിരക്കാണെന്നൊക്കെയുള്ള ബോധ്യമുണ്ട്. എങ്കിൽ പോലും ഏറ്റവും അവിസ്മരണീയമായൊരു ചിത്രമാകും ലാലേട്ടൻ അന്ന് ഇവിടെ നിന്ന് ഒരു മാഗസിൻ വഴി കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരു വിളിയൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും അല്ലേ, ബാക്കിയുള്ളവരെ പോലെ ഒരു വിളി ആഗ്രഹിക്കുന്നുണ്ട്. ആ വിളി എത്തുമെന്ന പ്രതീക്ഷയിലുമാണ്. രതീഷ് വെൺപകലിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.